നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളെല്ലാവരും ജിമെയിൽ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഗൂഗിൾ ജിമെയിൽ ഉപയോഗിക്കുന്ന ആളുകൾ നമ്മൾ ഇമെയിൽ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി എന്തെങ്കിലും CV അയച്ചു കൊടുക്കുന്നതൊക്കെ നമ്മൾ ഇമെയിലൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇമെയിൽ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. മാത്രമല്ല നിങ്ങൾ ഇമെയിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ജിമെയിലിനകത്തുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. ജിമെയിലിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ആർക്കെങ്കിലും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊരു അബദ്ധവശത്തിൽ ആ മെസ്സേജ് തിരിച്ചെടുക്കണം തോന്നിയാൽ നമുക്ക് വാട്സപ്പിനകത്ത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. എന്നാൽ ജിമെയിലിനകത്ത് നമുക്കത് സെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് തിരിച്ചെടുക്കാനുള്ള 30 സെക്കൻഡിനകത്ത് സമയമുണ്ട്. അൺഡു ഓപ്ഷനുണ്ട്. അത് നിലവിൽ ജിമെയിലിനകത്ത് 5 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. നമുക്കത് 30 സെക്കൻഡിലേക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ അതെങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. നമ്മൾ സാധാരണ ജിമെയിൽ ആപ്പിലല്ല ഓപ്പൺ ചെയ്യുന്നത്, ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിലൂടെ ജിമെയിൽ ഓപ്പൺ ചെയ്യണം, എന്നാലാണ് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കുക. ഇനി ലാപ്ടോപ്പോ അല്ലെങ്കിൽ സിസ്റ്റം ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് സിസ്റ്റത്തിൽ തന്നെ നേരെ ചെയ്യാൻ പറ്റും. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇതുപോലെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ജിമെയിൽ എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. ജിമെയിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഇതുപോലെ ഇവിടെ കാണും ജിമെയിൽ എന്ന്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. നമ്മൾ സാധാരണ ജിമെയിൽ ആപ്പിലല്ല, നമ്മൾ ഗൂഗിൾ ക്രോമിൽ ഇതുപോലെ ജിമെയിൽ ഓപ്പൺ ചെയ്ത് നമ്മളവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം നിങ്ങൾ ഏറ്റവും മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡെസ്ക് ടോപ്പിലേക്ക് മാറ്റണം. അപ്പോൾ ഡെസ്ക് ടോപ്പിലേക്ക് മാറുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് സൂം ചെയ്യാൻ സാധിക്കും. സൂം ചെയ്ത് നമുക്കിവിടെ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈലിന് തൊട്ടടുത്തൊരു സെറ്റിങ്സിൻ്റെ ഐക്കൺ ഇവിടെ കാണും. ഈ സെറ്റിങ്സിൻ്റെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ സീ ഓൾ സെറ്റിങ്സ് എന്ന് മുകളിൽ കാണും. ഈ സീ ഓൾ സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സീ ഓൾ സെറ്റിങ്സ് എന്ന ഭാഗത്തേക്ക് വന്നാൽ സെറ്റിങ്സ് കാണാൻ സാധിക്കും. അൺഡു സെൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ. അൺഡു സെൻഡ് എന്നുള്ള ഓപ്ഷൻ നേരെ അവസാനത്തിൽ 5 സെക്കൻഡ് എന്ന് കാണാൻ സാധിക്കും. ഈ 5 സെക്കൻഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സാധാരണ ജിമെയിൽ നമുക്ക് 5 സെക്കൻഡാണ് സമയം. അതായത് ഒരു മെസ്സേജ് അയച്ചാൽ ഉടനെ നമുക്ക് തിരിച്ചെടുക്കാനുള്ള അൺഡു, അതായത് മെസ്സേജ് സെൻഡ് ആകുമ്പോൾ തന്നെ അൺഡു എന്ന് കാണാൻ സാധിക്കും. അത് നമുക്ക് ഓപ്ഷനുള്ളത് 5 സെക്കൻഡാണ്. നമ്മളത് എടുത്തിട്ട് ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് 30 സെക്കൻഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെലക്ട് കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരിക. ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സേവ് ചേഞ്ചസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ സേവ് ചേഞ്ചസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിനകത്ത് നിങ്ങളൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ, ഒരു ഇമെയിൽ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഡിലീറ്റ് ആകുമ്പോൾ സെൻഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു 30 സെക്കൻഡ് നിങ്ങൾക്ക് അവിടെ അൺഡു എന്ന് താഴെ ഭാഗത്ത് കാണും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതങ്ങ് തിരിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുള്ളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.